കുരങ്ങനും മുതലയും. പണ്ട് പണ്ട് ഒരു ഘോരവനത്തിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഒരു വയസ്സനായ മുതലുണ്ടായിരുന്നു. അവശനായതുകൊണ്ട് വേട്ട ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അവൻ വിശന്നിരിക്കുകയായിരുന്നു. അവൻ മീനെ പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലേക്ക് ചാടിപ്പോയി. ആ ഒരു ദിവസം കുരങ്ങൻ അവൾക്ക് അത്തിപ്പഴം തിന്നാന്ന് വിചാരിച്ചിട്ട് കുരങ്ങനടുത്തേക്ക് പോയി അവനെ കണ്ടു. ഏയ് കുരങ്ങ, നീ എന്താണ് കഴിക്കണമെന്ന് ചോദിക്കും. അത്തിപ്പഴം, എനിക്കൊരു അത്തിപ്പഴം തരുമോ ചോദിക്കും. പിന്നെന്താ തരാളോടോ അത്തിപ്പഴം കഴിക്കും. അങ്ങനെ അത്തിപ്പഴം കഴിച്ച് നല്ല കൂട്ടുകാരനായി, സുഹൃത്തുക്കളായി. അപ്പം അത്തിപ്പഴം ഇട്ട് കൊടുത്ത് പറയും, ദാ ഈ അത്തിപ്പഴം നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ മുതല ഭാര്യ അടുത്തേക്ക് പോവും. ദേ അത്തിപ്പഴം കഴിച്ചോ പറയും. ഇത് നല്ല മധുരമുള്ള അത്തിപ്പഴാണല്ലോ, എങ്ങനെയാണ് അത്തിപ്പഴം തിന്ന് ജീവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അത്തിപ്പഴം തിന്നുന്ന കുരങ്ങന്റെ കരളിന് എന്ത് മധുരമായിരിക്കും. എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം തിന്നാനെന്ന് പറഞ്ഞു. എന്ത് ഹൃദയോ? ഹൃദയമൊക്കെ ആരെങ്കിലും തിന്നോ? കുരങ്ങനെ കൊല്ലാൻ എനിക്കൊന്നും വയ്യ. കുരങ്ങനായിട്ട് കൂട്ടുകാരനാണ്. ചത്തുപോലെ അതൊന്നുമില്ല, എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം തിന്നണം. പോയി കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ കളയും നോക്കിക്കോ. അത് കേട്ട് മോതല ആകെ സങ്കടത്തിന് കുരങ്ങിനടുത്തേക്ക് പോയി. എടാ കുരങ്ങ, എൻ്റെ ഭാര്യയ്ക്ക് നല്ല സന്തോഷമായ ആത്തിപ്പങ്കെടുത്ത് വാ, എൻ്റെ വീട്ടിൽ നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ പുറത്ത് കയറിക്കോ. നമുക്ക് പോവാം പറഞ്ഞ് പുറത്ത് കയറിയിട്ട് നീന്തി നടക്കും. പകുതി വഴി എത്തിയപ്പോൾ പറയും, എടാ കുരങ്ങ, എൻ്റെ വീട്ടിൽ സദ്യയൊന്നും ഇല്ല, എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ഹൃദയം തിന്നണം, അതിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് കുരങ്ങിന് ഒരു ബുദ്ധി തോന്നും. ഈ ഹൃദയം തിന്നണം ആദ്യം പറയണ്ടേ? എൻ്റെ ഹൃദയം സൂക്ഷിച്ച് ഈ ട്രീയിൽ വെച്ചേക്കുക. ആണോ, ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞ് മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുരങ്ങൻ മുതലയുടെ പുറത്ത് നിന്ന് ഒരൊറ്റ ചാട്ടം ചാടി നേരെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മണ്ട, ആർക്കെങ്കിലും ഹൃദയം മരപ്പത്തിൽ വെച്ച് ജീവനോടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ എന്നെ സഹായിച്ചു, നിനക്ക് ഇത്തിരി ആഹാരം തന്നു, അതിന് പകരം നിനക്ക് ഇതാണോ തന്നത്? നീ ചതിയനാണ്, നിനക്ക് എൻ്റെ ഹൃദയം കിട്ടത്തില്ല. പഴങ്ങളും നീ ഇവിടെ പൊക്കോ. കുരങ്ങൻ മുതലയുടെ ബുദ്ധി ഉപയോഗിച്ചു. മുതലയോ മണ്ടത്തരം കൊണ്ട് നല്ല കൂട്ടുകാരനെയും അത്തിപ്പഴമെല്ലാം നഷ്ടപ്പെടുത്തി.